ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു കടലക്കറി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് തലേദിവസം കുതിർത്ത് വെച്ചിരുന്ന 2 കപ്പ് കടല ഞാൻ അവിടെ എടുത്തിട്ടുണ്ട്. അതിലിടാനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് നീളത്തിൽ കീറിയത്, 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 5-6 കൊച്ചുള്ളിയും 2 തണ്ട് കറിവേപ്പിലയും. ഞാൻ ഇത്രയും സാധനങ്ങൾ ഇതിലോട്ട് ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റും ഉരുളക്കിഴങ്ങും മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കുക്കറിലേക്ക് മാറ്റുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കടലയും സവാളയൊക്കെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ, അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൂടിപ്പോകാൻ പാടില്ല. കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. നമുക്ക് കറി വിസിൽ വന്ന് ഇറക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5-6 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കേണ്ടതെന്ന് വെച്ചാൽ കടല നല്ലോണം വേവണം. ഇനി നമുക്ക് അതിലേക്കുള്ളൊരു മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം, 1 സ്പൂൺ ഗരം മസാല, കുറച്ച് വെള്ളം ചേർത്ത് നല്ലോണം കുഴച്ചെടുത്ത് ഒരു ബോൾ രൂപത്തിലാക്കി വയ്ക്കുക. അപ്പോൾ മുളക് പൊടി ചേർക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്താൽ മതി. നല്ല എരിവ് വേണമെങ്കിൽ 2 സ്പൂൺ ചേർക്കാവുന്നതാണ്. കുറച്ച് എരിവ് മതിയെങ്കിൽ 1-1.5 സ്പൂൺ മതി. ഇനി അതിലേക്ക് കടുക് വറുത്ത് താളിക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 വറ്റൽമുളക്, 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ 1 തണ്ട് കറിവേപ്പില. കടുക് വറുക്കണതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന മസാലക്കൂട്ടുകൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. കുക്കർ വിസിൽ വന്നതിന് ശേഷം അത് തുറന്നിട്ട് കടല വെന്തോന്ന് ആദ്യം നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും അടച്ച് വെച്ചിട്ട് 2-3 വിസിലും കൂടെ കേൾപ്പിക്കുക. ഇതിന് നമ്മുടെ മസാല അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശയുടെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്ന അടിപൊളി കറിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.